ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ് തദ്രീബു തിലാവ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡ് മദ്രസയുടെയും കീഴിലുള്ള ഒന്നാം ക്ലാസ്സിലെ പാഠബുക്കായ തദ്രീബു തിലാവയിലെ അദ്ദർസു സാദിസ് അഷ്റ 16ാമത്തെ പാഠം. എന്താണ് ഇവിടെ ചിത്രത്തിലെ ട്രീ അല്ലേ? മരത്തിന് എന്താണ് നമ്മൾ അറബിയിൽ പറയുക? അതിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരം ഏതാണെന്നൊക്കെ നമ്മൾ നോക്കിയാലോ? അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള പാഠങ്ങളൊക്കെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ലഭിക്കേണ്ടവർ ഒന്ന് എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്കുകൾ അയച്ചു തരാം. നമ്മൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മോഡലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉപകാരപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൽ പഠിക്കുന്നത് മരത്തിന് പറയുന്നത് ഷജറ ഷീനാണ് നമ്മൾ പഠിക്കുന്നത്. സീന് നമ്മൾ മുന്നേ പാടത്ത് പഠിച്ചിരുന്നു. സീനാണ് നമ്മൾ മുമ്പ് പഠിച്ചത്. ഇത് ഷീന് 3 പുള്ളി വരും. ഫതഹ ഇട്ട ഷജറ. ഹാത്താ വരുമ്പോൾ ഇവിടെ ഹാ ആയിട്ടാണ് നമ്മൾ നിർത്തുക. ഷജറ. റ വരുമ്പോൾ അവസാനത്തിൽ ഉച്ചാരണത്തിൽ ഒരു ഹാ വരണം. അതാണ് ഇവിടെ ഈ താ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എന്താണ് താഴെയുള്ളത് നമ്മൾ വായിച്ചാലോ? ഷജറുൻ ഷജറുൻ ഷുർബുൻ ഷിബ്റുൻ റുഷ്ദുൻ ഫതഹ നീട്ടാൻ അലിഫ്. ഷാരിബുൻ ഹുഷൂറുൻ ബഷീറുൻ ബഷീറുൻ അപ്പോൾ ഇതിൽ വന്ന റെഡ് കളറിലുള്ള അക്ഷരങ്ങളാണ് നമുക്കിതിൽ മനസ്സിലാക്കേണ്ടത്. എഴുതുന്ന രീതി, ഉച്ചാരണ രീതി ഒക്കെ മനസ്സിലാക്കുക. നമുക്ക് താഴെ ഇനി അക്ഷരങ്ങൾ വായിക്കാം. റുഷ്. അടുത്തത് ഫതഹയെ നീട്ടാൻ ഷാ, ലൊമ്മയെ നീട്ടാൻ ഷൂ, കസ്രയെ നീട്ടാൻ ഷീ, ഫതഹ തൻവീൻ ഷൻ. ഫതഹ തൻവീന് അലിഫ് നൽകുക എപ്പോഴും. ഷൻ ഷുൻ ഷിൻ ഷീന്. അപ്പോൾ ഷീന് എഴുതുന്ന രീതി മനസ്സിലാക്കുക. അതിൻ്റെ മുകളിലൂടെ എഴുതി പഠിക്കുക. ഷീന്. അപ്പോൾ ഇതുപോലെ മുകളിലൂടെ എഴുതി പഠിക്കുക. ഷീന് മനസ്സിലാക്കുക കേട്ടോ. അടുത്തതിന് ഷാ വരുന്ന വ്യത്യസ്ത ബേഡ്സുകളാണ്. അപ്പോൾ അത് നമുക്ക് വായിക്കാം. ബഷറുൻ ഹുഷിറ ഷുർബുൻ ഹഷ്റുൻ. ഫതഹയെ നീട്ടുന്നു. ഹഷൂറുൻ തുഷീറു. അപ്പോൾ ഇതൊക്കെ വായിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് നൽകും. അടുത്തത് എന്താണ്? നമുക്ക് ഷീന് വരുന്ന ഖുർആനിൽ വന്ന ചെറിയൊരായത്താണ്. എന്താണ്? വമൻ ശക്കറ ഫഇന്നമാ യഷ്കുറു ലിനഫ്സി. വമൻ ശക്കറ ഫഇന്നമാ യഷ്കുറു ലിനഫ്സി. അടുത്തത് ഇന്ന ഇദ്ദതശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാ. ഇന്ന ഇദ്ദതശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാ. അപ്പോൾ ഇവിടെ വന്നു ഷുഹൂരി ഇവിടെ വന്നു. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി താഴെ സൂറത്തിൽ ഖുർആനിൽ വന്ന ചെറിയ വേർഡ്സുകൾ എഴുത്ത് രീതിയൊക്കെ മനസ്സിലാക്കുക. ബഷറൻ ഹുഷിറത്ത് ഷി, ഷുർബ ഷു,
റുഷ്ദ റുഷ്ദ ഷ്. അപ്പോൾ നമുക്ക് 16ാമത്തെ പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ഒന്ന് നോക്കാം. ഷജറ ഷജറ ട്രീ അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഞുലവി നിറം നൽകണം. അപ്പോൾ ഇതിന് നമുക്ക് ഇതിൽ വന്ന ഈ കളർ റെഡോ ഓറഞ്ചോ നൽകി ഇത് വൃത്തിയായി നിറം നൽകാം. ഇതിൽ നമുക്ക് ബ്ലൂ നൽകാം. അപ്പോൾ എഴുത്ത് രീതിയൊക്കെ മനസ്സിലാക്കുക, അതിൻ്റെ മുകളിലൂടെ വൃത്തിയിൽ കൊടുക്കുക. ഇനി നമ്മളെന്താണ് താഴെയുള്ള ഈ സ്റ്റാറുകൾ ഇതാ അതിൽ ഷീനിന് നിറം നൽകാനാണ്. അപ്പോൾ ഇവിടെ ഇതിന് നൽകണം, പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഇതിന് നൽകണം, ഇതിന് നൽകണം, ഇതിന് നൽകണം. അപ്പോൾ അത്രയും ഷീനുകളാണുള്ളത്. അപ്പോൾ അതിന് നൽകുക, നിറം നൽകട്ടോ. ഓക്കെ, അടുത്തത് എന്താണ് താഴെ ഇവിടെ തന്നതുപോലെ താഴെ എന്താണ് ഹർക്കത്തുകളില്ലാതെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് വായിക്കുക, എന്നിട്ട് അതിന് വേണ്ട ഹർക്കത്തുകൾ നൽകണം. ഇവിടെ ഷജറ്, അപ്പോൾ ഇവിടെ ഷജറ് എന്നാവണമെങ്കിൽ ഫതഹ വേണം, ജാക്ക് ഫതഹ് വേണം, ഇവിടെ തൻവീൽ അമ്മ വേണം. ഷജറുൻ റുഷ്ദുൻ, അപ്പോൾ അതുപോലെ അതിൻ്റെ ഹർക്കത്തുകൾ ഇതിന് നൽകാം. പിന്നെ ബഷീറുൻ ബഷീറുൻ ഹഷൂറുൻ ഹഷൂറുൻ. അപ്പോൾ ഇതിന് എന്തൊക്കെ വേണ്ടതെന്നുള്ളത് ഇവിടെ നോക്കിയിട്ട് മനസ്സിലാക്കി ചെയ്യട്ടോ. പിന്നെന്താണ് നെർസു, മുകളിലൂടെ എഴുതാനാണ്. ഷീന് ഷീൻ എഴുതുക. അതുപോലെ ഷജറുൻ, പിന്നെ ഷജർ. അപ്പോൾ ഇത് അക്ഷരങ്ങൾ ചേർത്ത് എഴുതുന്ന ഷ ജ എഴുതുന്ന രീതിയൊക്കെ എഴുതുന്നതോട് കൂടി പഠിക്കണം. എന്നിട്ട് നിങ്ങൾ റഫായിട്ട് എഴുതി പഠിക്കണം. റായിനോട് ഒരക്ഷരം ചേർത്ത് എഴുതൂല. അപ്പോൾ ഇവിടെ ഷ ഷി എന്നത് വേറെ എഴുതി. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്, ഇനി നമുക്കിവിടെ നമ്മൾ പഠിച്ച കുറച്ച് ചിത്രങ്ങളും അതിൻ്റെ പേരുകളും തന്നിട്ടുണ്ട്. അതിൻ്റെ അക്ഷരത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഷ ഷ ഷജറ, ഷജറയിലേക്ക് നമുക്ക് മാച്ച് ചെയ്യാം. അടുത്തത് സായി സായി സഹ്റ സഹ്റ സഹ്റ. പിന്നെ ദാല് ദാല് റുബാബ് റുബാബ് ദാല് റുബാബ്. പിന്നെ സീന് സീന് സയ്യാറ സയ്യാർ. അപ്പോൾ അതിലേക്ക് മാച്ച് ചെയ്യാം. അപ്പോൾ അതൊക്കെ കുട്ടികൾ അക്ഷരങ്ങൾ തിരിച്ചറിയാനോ ഒക്കെ ഉള്ള വർക്കുകളാണ്. അപ്പോൾ ഒക്കെ കുട്ടികൾ തന്നെ നന്നാക്കി മനസ്സിലാക്കി ചെയ്യാം. പിന്നെന്താണ് നക്തുബ്, എഴുതാനാണ്. അപ്പോൾ ഇവിടെ മുകളിൽ വേർഡ്സ് തന്നിട്ടുണ്ട്, അത് വായിച്ച് താഴോട്ട് എഴുത്ത് രീതിയൊക്കെ മനസ്സിലാക്കി എഴുതണം. ഷിബുറുൻ ഷിബുറുൻ, ബാ അതിനോട് ചേർന്ന് വന്നത് മനസ്സിലാക്കുക. ഷിബുറുൻ. പിന്നെ ഹഷബുൻ 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 അതെഴുതാം. പിന്നെ റിജ്സുൻ 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 സുൻ. പിന്നെ ദർസുൻ ദർസുൻ. ഇവിടെ സീനാണ്, ഇവിടെ ഷീനാണ്. അപ്പോൾ അത് ഇവിടേക്ക് വൃത്തിയിൽ എഴുതുക. അപ്പോൾ കുട്ടികൾ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ അതിലെ വേർഡ്സുകൾ കാണാതെ എഴുതാൻ പഠിപ്പിക്കണം. അത് നമ്മൾ 5 times ഒക്കെ എഴുതാൻ കൊടുത്ത് പിന്നെ കുട്ടികളെ കൊണ്ട് സ്വന്തമായിട്ട് എഴുതാൻ പറയണം, കാണാതെ എഴുതാൻ പറയണം. ഷജറ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇഷ വരുന്ന ഇതിലില്ലാത്ത നമ്മളും വേറെ വേർഡ്സുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ട് എഴുതിക്കുക. ഇപ്പോൾ ഇതിൽ തന്നെ വരുന്ന വേർഡ്സുകളുണ്ട്. ബഷറുൻ, അങ്ങനെയൊക്കെ അവർ പഠിച്ച ബ ഷ റുൻ, ബ അവർ പഠിച്ചിട്ടുണ്ട്, ഷീന അവർ പഠിച്ചിട്ടുണ്ട്, റാ അങ്ങനെ ചേർത്ത് എഴുതാൻ അവർ പഠിച്ചിരിക്കണം. അങ്ങനെ ഓരോ പാഠത്തിൻ്റെയും കൂടെ അവർക്കൊരു നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പാഠബുക്കുകളൊക്കെ കഴിയുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് എഴുതാനും വായിക്കാനൊക്കെ നല്ല കഴിവ് ലഭിക്കും. അപ്പോൾ എല്ലാവരും ഓരോ പാഠബുക്കിൻ്റെയും ഈ പാഠബുക്കിലെ വർക്കുകൾ മാത്രം ചെയ്ത് നിർത്തരുത്. അവർക്കൊരു നല്ലൊരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ നല്ല വിദ്യാർത്ഥികളായ ഓരോ മക്കളെയും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. ചോദ്യപേപ്പറൊക്കെ അപ്ലോഡ് ചെയ്തത് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.